ഇതെന്താണെന്ന് മനസ്സിലായോ? ഉണ്ടാവില്ല അല്ലേ? കുറേ ഞാനിങ്ങനെ നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞു തരാം. അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്, പഴംപൊരിയാണ്. വെറൈറ്റി പഴംപൊരി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെ ഉണ്ടാക്കി നോക്കാം, വായോ. എല്ലാവർക്കും വെറൈറ്റി വേണം. എന്ത് ചെയ്യും? പഴംപൊരിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട. അപ്പം വേറെ വെറൈറ്റിയിൽ ഉണ്ടാക്കണം. ശ്രമിച്ചു നോക്കാം, ഒരു വെറൈറ്റി പിടിച്ചു നോക്കാം. 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, ഏത്തപ്പഴം. അവധിയാകുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. വായോ. 4 പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത് ഒത്തിരി പോകാത്ത പഴം കേട്ടോ, നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ എണ്ണ, വെള്ളം, ഇത്രയൊക്കെ തന്നെ മതി. ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ പഴംപൊരി നിങ്ങളാരും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. പഴം ഇങ്ങനെ ഇത്രയും നീളം മതി നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എടുത്തിട്ടില്ലേ, ഇങ്ങനെ കണ്ടോ, നിങ്ങൾ പഴത്തിൻ്റെ അറ്റവും വാലും ഇങ്ങനെ കളയണം കേട്ടോ, അല്ല നമുക്ക് ആ ഷേപ്പിൽ കിട്ടത്തില്ല. ഇങ്ങനെ മുറിച്ചെടുക്കണം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന പോലെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഈ പാത്രത്തിൽ ഇനി നമ്മൾ അതിനൊരു ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ പാകത്തിന് എരിവ് ചേർത്തോ കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഇട്ടോ, കുഴപ്പമില്ല. കാശ്മീരി മുളക് പൊടിയല്ലേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. കോൺഫ്ലവറാണേ, 1.5 സ്പൂണുണ്ട്, അതും കൂടെ ഇട്ടു. നമ്മുടെ ചെറുനാരങ്ങ നീര് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടിയത് വെള്ളം, ഒരിച്ചിരി ഉപ്പ് ചേർക്കണം, ഒരു പിഞ്ചുപ്പ്, ഒരു ടേസ്റ്റിന് വേണ്ടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്രയും പഴവേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ എടുത്തത് കേട്ടോ, ബാറ്റർ ഉണ്ടാക്കാനുള്ള. നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചേ ഉള്ളത് കൊണ്ട് 3-4 പഴമല്ലേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കണേ. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കിക്കോ, വെറൈറ്റി ആയിരിക്കും. പഴമൊക്കെ ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് ഇളക്കരുത് കേട്ടോ, കൈ കൊണ്ട് ഇളക്കണം. എല്ലാം ഒന്ന് പിടിക്കണം. ഇതവിടെ ഒന്ന് ഇരിക്കട്ടെ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുക്കാം കേട്ടോ, അതും അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, പൊടി എന്തും ആവാം. അതവിടെ റെസ്റ്റിനിരിക്കുമ്പം ചീനിച്ചട്ടി അടുപ്പ് വെച്ചു, ചൂടായിട്ട് എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബ്രെഡിൽ മുക്കി വറുത്തെടുക്കണം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇനി ഇത് നന്നായിട്ട് ചൂടായിക്കോട്ടെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പഴം റെഡിയാണ്. ഇനിയും ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നോക്കിക്കേ, ഓരോന്നെടുക്കുക, ഇതിലൊന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മളിത് എണ്ണയിലോട്ട് പെറുക്കിയിടുവാണേ. കണ്ടോ, പഴംപൊരിയൊക്കെ റെഡിയായി. തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്.
വെറൈറ്റി വേണ്ടിയവർക്ക് വെറൈറ്റി തന്നെ കൊടുക്കണ്ടേ? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പഴംപൊരി. അതിനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മുളക് ചേർക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് പാകത്തിന്, കുഞ്ഞുങ്ങൾക്ക് പാകത്തിന് ചേർക്കുക കേട്ടോ. ബാക്കിയൊക്കെ സെറ്റാക്കി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു വയ്ക്കേ. ഇതാ സോസിൽ മുക്കി കഴിക്കേണ്ടി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുത്തോ, കുഴപ്പമില്ല. സോസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ചൂടാ, നല്ല ടേസ്റ്റാണ്. ഉണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. ഒരു വെറൈറ്റി പഴംപൊരി കണ്ടോ?